ഈ നിമിഷം എനിക്ക് ചോറ് കഴിക്കണമെന്നുണ്ട്. വിശക്കുണ്ട് എനിക്ക്. ആരുടെ ബർത്ത്ഡേ ആണ്? രാത്രി 12 മണിക്ക് സ്റ്റോറി ഇട്ടിരിക്കുന്നു. വിഷയാത്തവരെ അങ്ങോട്ട് വിളിച്ചിട്ട് വരെ നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവളപ്പൊ 12 മണിക്ക് ആ സമയത്ത് വിഷ് ചെയ്തായിരുന്നു. 12 മണിക്ക് വിഷയാത്തവരെ ഒരാളുള്ളൂ. ഞാനിവിടെ കേട്ടുന്നല്ല. അമ്മ ഞാൻ നോക്കുമ്പോ ഓർക്കാൻ വലിക്കണേ 12 മണിക്ക്. ആദ്യം ഫസ്റ്റ് തന്നെ വിഷ് ചെയ്തത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദ്യം. അത്രയുള്ളൂ. എപ്പോഴാ വിഷ് ചെയ്തേ? ഞാൻ രാവിലെ മാളു നിന്നെ ഞാൻ പ്രസവിച്ചത് രാവിലെയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. വലിയ ചൊല്ലേടാ. ഞാൻ ഇടലാച്ചതാ. പിന്നെ പേപ്പർ സ്കൂളുള്ള ദിവസമാണെന്ന്. ഞാൻ സ്കൂളിൽ പോവാണ്. പക്ഷെ ഇന്ന് ഉച്ച വരുള്ളൂ ക്ലാസ്. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വരും. 12:30 സ്കൂളിൽ ക്ലാസ്. 12:30 അല്ലേ? അറിയില്ല. അപ്പൊ ഞാൻ പോവാണ്. എന്ത് പറ്റിയേ? അപ്പൊ ഗൈസ് മാള് സ്കൂളിൽ പോയി. ഇനി മാളുവിന് പ്രത്യേകിച്ച് ഗിഫ്റ്റ് എന്ന് പറയാൻ പക്ഷെ ഒരു സംഭവം വാങ്ങി വെച്ചിട്ടുണ്ട്. അത് മാളുവിനെ അറിയാം. മാളുവിനെ കൊണ്ടുപോയിട്ടാ വാങ്ങിച്ചു കൊടുത്തേട്ടാ. അതങ്ങനെ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചതല്ല. അത് ഇന്നലെ പോയി. മിനിഞ്ഞാന്ന് പോയി നമ്മള്. പോയിട്ട് വാങ്ങിച്ചു. ഡ്രസ്സ് എടുക്കണമെങ്കിൽ മാളും ഇല്ലാണ്ട് പറ്റില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതാ മാള് വാടി നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞപ്പോ അവള് ഇങ്ങനെ മടി പിടിച്ചിരുന്നു. എന്നുവെച്ചാ ഒരു ചുരിദാർ എന്നിട്ടെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ട്. ഇതിപ്പോ ഇന്നലെ ഞാൻ അവൾക്ക് ഒരു ചെറിയ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ നമ്മള് സർപ്രൈസ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞേ നമുക്ക് കേക്ക് മുറിക്കുമ്പോ ഞാൻ ഈ ചെയിൻ നിനക്ക് തരുമ്പോ നീ സർപ്രൈസ് ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവളെ ഇപ്പൊ എന്തായാലും വീഡിയോയിൽ പറഞ്ഞത് അവൾക്കറിയില്ല. നോക്കാം അവൾ എന്താണ് ചെയ്യാൻ പോണെന്ന്. പിന്നെ അവൾക്ക് എന്നിട്ടാ ഇഷ്ടമുള്ള സംഭവം ഒരു ചോക്ലേറ്റ് കുറച്ച് ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്. നമ്മുടെ ഹൈലൈറ്റ് മാളിൽ ലുലുവിൽ പോകുമ്പോൾ ഒരു ചോക്ലേറ്റ് ഉണ്ട്. മറ്റേ കുനാഫ, ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം കുനാഫയുടെ. ഇച്ചിരി വിലയുണ്ട് അതിന്. ഇച്ചിരി റേറ്റ് ഉണ്ട് അതിന്. അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ പറയും ഇത് വാങ്ങിത്തായോന്ന്. ഞാൻ പക്ഷെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അവളെ നൈസായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ അത് വാങ്ങിക്കാം എന്നെ എന്തിട്ടെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ളത്. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട്. അവൾ കുറേ നാളായി പറയണു ഞണ്ട് കറി കഴിച്ചിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ ലുലുവിൽ പോയിട്ട് ഞണ്ട് വാങ്ങിക്കണം. അപ്പോൾ അവളിപ്പോൾ സ്കൂളിൽ പോയിക്കാം. 12 മണി വരെ അവൾക്ക് ക്ലാസ് ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞ് ശരിയാവുന്നത്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ സംഭവം ഞണ്ട് അവൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം അതൊന്ന് വാങ്ങിച്ച് അതുണ്ടാക്കി വേഗം മാറ്റി വെക്കണം. അല്ലെങ്കിൽ അവൾ കണ്ടു കഴിഞ്ഞാൽ അവൾ സർപ്രൈസ് ആവില്ലല്ലോ. ഇതാണ് നമ്മളുടെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ. പ്രത്യേകിച്ചാണ് ഇനി കുഞ്ഞാറ്റേന്റെ ബർത്ത്ഡേയുടെ അന്ന് തുടങ്ങിയ അസുഖങ്ങളാട്ടോ നമ്മുടെ വീട്ടില്. ഇപ്പൊ അമ്മച്ചി ഒന്നും കഫക്കെട്ട്, പനി, ഇടയ്ക്കിടയ്ക്ക് പനി, എന്നും പനിയായിട്ട് അങ്ങനെ ഇരിക്കണില്ല. തലവേദന സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ആർക്കും അങ്ങനെ ഓക്കെ അല്ല. എനിക്ക് എന്താ പറയാ തൊണ്ടവേദന, പിന്നെ തലവേദന, കഫക്കെട്ടിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. പനി അസുഖങ്ങളൊന്നും മാറിയില്ല. കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ സമയത്ത് കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ അന്ന് തുടങ്ങിയതാ പനി നമ്മുടെ വീട്ടില്. അത് കഴിഞ്ഞപ്പോ പിന്നെ കണ്ണിക്കേട് പോലെ കണ്ണിക്കേട് ആദ്യം കുഞ്ഞാമിക്ക് വന്നു, എബിക്ക് വന്നു, പിന്നെ കുഞ്ഞാറ്റിക്ക് വന്നു, പിന്നെ അമ്മച്ചിക്ക് കിട്ടി. അമ്മച്ചിയുടെ അവിടെ നിന്ന് സ്റ്റോപ്പായി, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും മാളുവിന്റെ ബർത്ത്ഡേ ഇതുപോലെ നമ്മൾ ചെറിയ രീതിയിൽ, കുഞ്ഞാറ്റയുടെ നമ്മൾ ചെറിയൊരു രീതിയിലാണ് നമ്മൾ നൈസായിട്ടൊന്ന് കേക്ക്. അവൾക്ക് അതിന് വലിയ വലിയ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ ഇന്നലെ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ചെറിയൊരു ചെയ്യാൻ കഴുത്തിലും അവൾക്ക് അങ്ങനത്തെ സംഭവങ്ങൾ കഴുത്തിലിടാതൊന്നും ഇഷ്ടമല്ല. ഇതിപ്പോ അവൾക്ക് വാങ്ങിച്ചാലും ഞാനിട്ട് നടക്കേണ്ടി വരും കുറെ കഴിഞ്ഞാൽ. അങ്ങനെ എന്റെ പാർട്ട്ണർ ഉണ്ടല്ലോ, പാർട്ട്ണർ എന്നെ ചതിച്ചു ഗൈസ്. അമ്മച്ചി പറഞ്ഞു അമ്മച്ചി വയ്യ നീ തന്നെ പോയിട്ട് മേടിക്കാൻ. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരാം. നമ്മുടെ ലുലു ഹൈലൈറ്റ് മാളിലെത്തി. ഇത് നേരെ ലുലുവിൽ കയറി സംഭവം വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ പോരണം. ഞാൻ വീട്ടിലെത്തി.
മാളുവിന്റെ സ്പെഷ്യൽ ഞണ്ട് ലേറ്റിടും ഞണ്ട് ഗൈസ്. അവളിത് കാണുമ്പോ ചിരിക്കും മിക്കവാറും. നമ്മളെന്താണ് ഉണ്ടാക്കുന്നത്? ഞണ്ട് കറി. കയ്യും കാലും വെച്ച ഞണ്ട്. മാളുവിന്റെ ഞണ്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ലാന്ന്. അങ്ങനെ ഗൈസ് സ്കൂളിൽ വിട്ടു വന്നു. എനിക്ക് എന്റെ കൂട്ടുകാരികൾ രണ്ടുപേര് സനയും പിന്നെ അന്ന റോസ് റാഫി. അന്നയും സനയും എനിക്ക് ഗിഫ്റ്റ് തന്നു ഗൈസ്. ബാക്കി മിഠായിയാ ഗൈസ് ഇത് സന തന്നതാണ് മിഠായി. പിന്നെ രണ്ടിതും ഇതെനിക്ക് അന്ന തന്നത്, ഇതെനിക്ക് സന തന്നത്. മിഠായി ഞാൻ കൊടുത്തു. മാളു കിൻഡർ ജോയ് ഇത് ഒരു വലിയൊരു ശേഖരണം തന്നെ ഞങ്ങൾ ഇപ്പൊ കണ്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള അപ്പോഴേക്കും എനിക്കിങ്ങനെ എന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയണില്ലേ? കരച്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് അവരൊരു കുഞ്ഞിൻ്റെ കപ്പ് കേക്ക് വന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ വിട്ടു. അപ്പോൾ പുറത്ത് ആ വഴിയിൽ നിൽക്കാം. ആ വഴിയിലൊക്കെ സമയത്ത് ഇവിടെ വന്നിട്ട് ഈ സാധനം വന്നിട്ട് അതിനകത്ത് മെഴുകുതിരി കൊണ്ടുവന്ന് ലീറ്റർ കൊണ്ടുവന്നത് പൂരി ഞാൻ ഓരോരുത്തർക്ക് പൊട്ടിച്ച് വാരി വെച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ആദ്യശ്മിയുടെ അഭിപ്രായത്തിൻ്റെ മാളിന്ന് ആദ്യം രാവിലെ പോണില്ലാന്ന് പറഞ്ഞിട്ട് ഇരുന്നേ. അവരോട് ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. അതുകൊണ്ട് അവർ പറയാം അവർക്കൊന്നും വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ. അവർക്ക് വിഷമയില്ലേ? സാരില്ലല്ലേ? സ്നേഹം അതല്ലേ വലുത് നമുക്ക്. അയ്യോ കിണ്ടർ ചെയ്യില്ല. എന്താ നോക്കാം നമുക്ക്. വാവിടെ തുറക്കും. അൺബോക്സിങ് കളിപ്പാട്ട കുഞ്ഞാറ്റ് ഒന്നും കണ്ട. കുഞ്ഞാറ്റ് സ്കൂളിൽ പോയി കുഞ്ഞാരോട് പറയണത് നീ വൈകുന്നേരം വരലെന്നാ. കുഞ്ഞാരോട് കരയായിരുന്നു. നീ ഉച്ചക്ക് വരുന്ന് പറഞ്ഞപ്പോ തുടങ്ങി ഫോണിലാന്ന് പറഞ്ഞിട്ട്. പിന്നെ പറഞ്ഞു നീ വൈകിട്ടേ വരുള്ളൂ. കിട്ടിയിട്ടുള്ളതാ. എന്തൊരു സാധനം അത്? ഇതൊരു കീച്ചി പോലത്തെ ഒരു സാധനാ. ഇതുള്ളതാ. അത് അതില്ല അവർ കൊടുക്ക്. ഗൈസ് എന്റെ ബർത്ത്ഡേ ആണെന്ന് കറക്റ്റ് 12 മണി. ഒരാളെ ഞാൻ കാണിച്ചു വേണം. അമ്മ കുറുക്ക മണിക്കുന്നത് അതൊക്കെ എടുത്തു വെക്കണം. ഞാൻ എടുത്തില്ലടാ, ഞാൻ ഉറങ്ങല്ലേ. മാളിന്റെ ബർത്ത്ഡേയുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ തരട്ടെ. ഇപ്പൊ ഫസ്റ്റ് ഗിഫ്റ്റ് ഇങ്ങോട്ട് വാ. കണ്ണടച്ച് നിക്കണം. ഫേക്ക് ആവരുത്. കണ്ണടക്ക്. ആ കൊല്ലൊന്നുമില്ല. സ്പെഷ്യൽ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുതിട്ടാ. എന്നാ എന്തെങ്കിലും ഗസ് ഉണ്ടാ? സ്പെഷ്യലാണ്. അറിഞ്ഞൂടാ. ഇല്ല ഞാനിപ്പോ ഒന്നും ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് ഈ നിമിഷം എനിക്ക് ചോറ് കഴിക്കണമെന്നുണ്ട്. വിശക്കുണ്ട് എനിക്ക്. ചോറിന് എനിക്ക് കറി വേണമെന്നുണ്ട്. എന്ത് കറിയാലും കുഴപ്പമില്ല. കറിയുണ്ട്, മറ്റേ കറിയുണ്ട്. ചോറിന് എന്തിട്ടാ മറ്റേ പയറുപ്പേരി. ആ പൊരിച്ചായോ എടുത്തിട്ട് വാ. ഇത് പിടിക്കും. എന്തിട്ടോ വിശക്കുണ്ടോ മമ്മ? ആരെങ്കിലും വന്നിണ്ടാ ദുബായി ഇതെങ്ങാനും? ആരാ? ഞാൻ അവിടെ ഇരുന്നാലോ? ഇരുന്നാ ഞാൻ തിരിയും. എങ്ങനെ ഇരുന്നാ? വിശക്കുണ്ടാ? മറ്റേ സിനിമയില് ദിലീപിന്റെ സിനിമയിലത്തെ പോലെ ദിലീപിന്റെ സിനിമയിലത്തെ പോലെ ദിലീപിന്റെ സിനിമയിലത്തെ പോലെ ഇനി ലെഫ്റ്റ്, കുറച്ച് ലെഫ്റ്റ്. താങ്ക് യു. Guys, oh my god, ഇത് ഫുള്ള് എനിക്കാണോ? നീ ആവശ്യമുള്ള കഴിച്ചോ? പ്രതീക്ഷിച്ചില്ലേ? മണം വന്നിണ്ടായിരുന്നു ചെറുതായിട്ട്. വീട്ടിൽ കയറി വന്നപ്പോ
ഞാൻ വിചാരിച്ചു ഇല്ല, ഞാൻ അപ്പൊ നോക്കി ഒന്നുമില്ല. പക്ഷെ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ അധികം കഴിക്കാറില്ല, കാരണം ഞണ്ടിനൊക്കെ ഭയങ്കര വിലയാണ് ഗൈസ്. അതുകൊണ്ട് ലുലുലു പോകുമ്പോൾ ഞാൻ എപ്പോഴും നോക്കും, ഞണ്ട് ഇറച്ചി നോക്കല് മാത്രമേ ഉള്ളൂ. നോക്കി വെള്ളം ഇറക്കി അങ്ങനെ തന്നെ ഇങ്ങോട്ട് വരും. വാങ്ങിക്കാറില്ല, കാരണം നല്ല പൈസ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഞണ്ട് ഇങ്ങനെ വാങ്ങി പെട്ടെന്ന് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നു ഗൈസ്. സന്തോഷം മാത്രം. പുറത്തുനിന്ന് മേടിച്ചാലും അധികം കഴിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് അവര് ഭയങ്കര പിശുക്കിട്ട് അതേ എത്രയായി ഇതിന്? അയ്യോ തിന്നണം. ഇന്ന ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ, എന്നിട്ട് സുഖമായിട്ട് തിന്നണം. അങ്ങനെ നൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോഴാണ് കഴിയണത്, കാരണം ഞണ്ടാണല്ലോ. അപ്പൊ നമ്മളത് അതിൻ്റെതായ അതിൽ കഴിക്കണം, അതിന്റെ രീതിയിൽ കഴിക്കണം. 2 കൈ കൊണ്ടാണ് കഴിച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ ഫുഡ് അടി കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പോയി കിടക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ഇന്നലെ 1 മണി 1:30 ആയപ്പോഴാണ് ഞാൻ കിടന്നുറങ്ങിയത്. എനിക്ക് എന്താ ഇന്നലെ ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ പോയി കിടക്കട്ടെ, കുറച്ച് നേരം ഇരിക്കുന്നു. കുറച്ചു നേരം ഉറങ്ങിയിട്ട് പഠിക്കാറുണ്ട് കേട്ടാ. പഠിക്കണം. കെമിസ്ട്രിക്ക് എക്സാം ഉണ്ട്, അപ്പൊ പഠിക്കണം. എന്നാ എക്സാം? തിങ്കളാഴ്ച തൊട്ട് എക്സാം തുടങ്ങി. അപ്പൊ ഞാൻ പോയിട്ട് കിടക്കട്ടെ. അതിപ്പോ എരിവില്ല. അമ്മച്ചി ഇവിടെ നല്ല ഉറക്കാം. അപ്പൊ വയ്യ അമ്മച്ചിക്ക് ഗൈസ്. എന്ത് നടന്നോട്ടെ, ഭൂകമ്പം നടന്ന പോലെ ഒന്ന് എണീറ്റ് വരില്ല. പോണില്ലേ വായിക്കൊന്നും. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ കാണിച്ചു തരാം. ഇവരാണ് നമ്മുടെ ഒരുമിച്ച് നിന്നേ, ഹൈറ്റ് നോക്കട്ടെ രണ്ടുപേരുടെ. മൂക്കും വന്നിട്ട് പാട്. ആരോ കണ്ണ് വെക്കുന്നുണ്ട് ജിസ്മോനെ മൂക്കില്. ക്ഷീണിച്ചുള്ളടാ, എന്താ പറ്റേ? അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ കേക്ക് നോക്കൂ, ഈ മഞ്ഞ കേക്ക്. പ്രാർത്ഥിക്കട്ടെ. അപ്പച്ചനോട് മൂടുക്ക് ചേച്ചിക്ക്. സെറ്റാണ്. രസണ്ട്, കയ്യിലിട്. കളക്ഷൻ പണ്ട് വാങ്ങിയിരുന്നത്. രണ്ടാമത്തെ ഇതാവുന്നതാണ് മാത്രം.
കിട്ടിയിട്ടില്ല എനിക്ക്. ഇത് അതേപോലെ തന്നെ ഇതും unbox ചെയ്യണം. എനിക്കൊരെണ്ണം unbox ചെയ്ത്. ഇത് കിട്ടിയ സാധനം തന്നെ പിന്നെ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീ വന്നിട്ടുണ്ടായിരുന്നു എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട്. സ്കൂളിലുള്ള ദിവസമായിരുന്നു എന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ആർക്കും അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവള് പിറ്റേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റൂമിൽ കിടക്കായിരുന്നു, എനിക്ക് വയ്യാത്തോണ്ട് ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കിടപ്പായിരുന്നു. ആ സമയത്താണ് അവള് വന്നത്. അവള് വന്നിട്ട് എന്തോ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് റൂമിന്റെ പുറത്ത് നിന്നിട്ട്. അപ്പം അമ്മ വന്നിട്ട് എന്നെ വിളിച്ചു വരാൻ പറഞ്ഞിട്ട്, അപ്പുറത്തെ റൂമിൽ ഉണ്ണി കിടക്കുന്ന അപ്പൊ ഉണ്ണിനെ പോയി നോക്കുന്നു ാണ് അമ്മ ഒന്ന് വിളിച്ചത്. ആ സമയത്ത് ഞാൻ അപ്പുറത്ത് പോയി നിൽക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ചിരിക്കണം അവിടെ മേശയുടെ അടിയിൽ. ഞാൻ ശരിക്കും സർപ്രൈസ് ആയി ഗൈസ്. എന്താ പറയാ, ഞാൻ ഇവിടെ വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബർത്ത്ഡേയുടെ ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ അവള് വരില്ലാന്ന്. പിന്നെ ഇവളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കേക്കിന്റെ അവിടെ ഞാനും ഇവിടെ നിൽക്കുന്ന പോലെ റാബിറ്റും പിന്നെ ബണ്ണിയും പിന്നെ എന്താ പറയാ തവളയും നിൽക്കുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അവള് ഉണ്ടാക്കിയതാണ് അത്. ഇവിടെ എന്തോ ഇരിക്കണ പോലെ ഞാൻ പേടിച്ചു. ഞാൻ പൊക്കെ വയറുവേന എടുത്തിട്ടിരിക്കണം. ഇത്രേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. പിന്നെ എന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒത്തിരി താങ്ക്സ്. സോ ഇതാണുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്നെ വിളിക്കുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.